ജീവിതത്തിൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും ഇതിനകം എഴുതിയതാണോ? ശ്രീ എം ഉത്തരം നൽകുന്നു, അതിന്റെ 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഹിമാലയത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്തു. എന്റെ രണ്ടാമത്തെ പുസ്തകം നോക്കിയാൽ എത്രയോ ജീവിതങ്ങളിൽ ഞാൻ കഠിനാധ്വാനം ചെയ്തു. സ്വയം പരിശ്രമത്തിലൂടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദയവായി ഇത് മനസ്സിൽ വയ്ക്കുക, ഇതെന്റെ വാക്കുകളല്ല. യോഗ വസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി രാമനോട് പറഞ്ഞ വാക്കുകളാണിത്. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണോ എന്ന് രാമൻ പറയുമ്പോൾ വസിഷ്ഠൻ ശക്തമായ വാക്കുകളിൽ പറയുന്നു, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് കരുതുന്നവർ കഴുതകളാണ്. അതിനാൽ സ്വയം പരിശ്രമം വളരെ പ്രധാനമാണ്. ഈ ജീവിതത്തിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അപ്രതീക്ഷിതവും അവൻ അതിനായി ഒരു ശ്രമവും നടത്തിയില്ല, അതിനർത്ഥം ചില മുൻകാല ജീവിതത്തിൽ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തൽക്കാലം വിധിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതിൽ സ്വാമി വിവേകാനന്ദൻ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇതുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകാത്തത്, കാരണം ഇതെല്ലാം ഞങ്ങളുടെ കർമ്മമാണെന്ന് ഞങ്ങൾ പറയുന്നു. കർമ്മസിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, പിന്നീട് നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭൂതകാലത്തിലേക്കും ടിങ്കറിലേക്കും മടങ്ങാൻ കഴിയില്ല, പക്ഷേ വർത്തമാനകാലത്തേക്ക് നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളുണ്ട്. കൃപ ആവശ്യമാണ്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും വളരെയധികം സ്വയം പ്രയത്നവും നൽകുമ്പോൾ മാത്രമേ കൃപ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരാൾ ഇരുന്നാൽ അത് വരില്ല. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണെങ്കിൽ സാധനയുടെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് സ്വയം പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ സാഹചര്യം കാണുകയാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക, അത് പോകാൻ അനുവദിക്കരുത്. ഇത് തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിനെ അല്പം അസ്വസ്ഥമാക്കിയേക്കാം, കാരണം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്, അതിനാൽ ഉറങ്ങുക എന്നതിലേക്ക് മനസ്സിനെ മയപ്പെടുത്തുന്നത് വളരെ എളുപ്പമാണ്. ഒന്നും മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. ആരോ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിന്റെ യജമാനൻ അറിയാമായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു? അത് മുൻകൂട്ടി നിശ്ചയിച്ചതല്ലേ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ കഴിയുന്ന മഹാനായ യോഗികൾ ഉണ്ട്. അത് മുൻകൂട്ടി നിശ്ചയിച്ചതുകൊണ്ടല്ല. വർത്തമാനകാലം കാണുമ്പോൾ ഭാവിയിൽ അടുത്ത ഫലം എന്തായിരിക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ ഞാൻ വളരെയധികം സ്വയം പരിശ്രമിക്കേണ്ടിവരുമെന്ന് എന്റെ ഗുരുവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ എന്റെ മുൻകാല ജീവിതത്തിൽ ഞാൻ നടത്തിയ പരിശ്രമത്തെക്കുറിച്ച് അദ്ദേഹം വർഷങ്ങളോളം ചർച്ച ചെയ്തില്ല, കാരണം ഞാൻ സംതൃപ്തനാകുമെന്ന് അദ്ദേഹം കരുതി. ഞാൻ ആദ്യമായി ചെയ്യുന്നതുപോലെ അദ്ദേഹം എന്റെ ആത്മീയ പരിശീലനങ്ങൾ ആരംഭിച്ചു, അതാണ് ഞാൻ കരുതുന്നത്. അതിനാൽ ഇതിൽ കുറച്ച് സ്വയം പരിശ്രമം കൊണ്ടുവരിക. ആത്മീയ കാര്യങ്ങളിൽ ആളുകൾ സ്വയം പരിശ്രമം ഇഷ്ടപ്പെടുന്നില്ല, അല്ലാത്തപക്ഷം ഒരു ജോലിക്കും പണത്തിനും വേണ്ടി ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. ഇത് എന്റെ വിധിയാണെന്ന് ആരും പറയുന്നില്ല. ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ അത് എപ്പോഴെങ്കിലും സംഭവിക്കും, നെറ്റിയിൽ എഴുതുമ്പോൾ. ശൈവന്മാർക്ക് മനോഹരമായ ഒരു സിദ്ധാന്തമുണ്ട്. ഭസ്മം തൊട്ട് നെറ്റിയിൽ പുരട്ടുമ്പോൾ എഴുതിയതെല്ലാം പോയി, ജീവിതം പുതിയതായി അവർ പറയുന്നു.